സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു ക്രിസ്മസ് കാലം വന്നെത്തി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. എസ്തെറ്റിക് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിവസമായിട്ട് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലാണ്. എന്നോടൊപ്പം ഉള്ളത് സന്ധ്യ വിക്രം. അപ്പോ ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് സന്ധ്യ ചേച്ചിയുടെ തന്നെ ചോദിക്കാം. എന്താണ് ചേച്ചി ഇന്ന് ക്രിസ്മസ് ആയിട്ട് ചെയ്യുന്നത്? ഇന്ന് ഒരു ചോക്ലേറ്റ് ബ്രൗണി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ ബ്യൂട്ടി ടിപ്സുകളാണ് ഞാൻ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ കുക്കിങ്ങിനകത്തും നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്വീറ്റ് അതിനനുസരിച്ചിട്ട് നമ്മളൊരു ബ്രൗണി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഹെൽത്തി ബ്രൗണി. ക്രിസ്മസിന് കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ? കേക്ക് രുചിച്ചു നോക്കാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം. അതായത് ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. എല്ലാവരുടെ വീട്ടിലും കേക്ക് കട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളും ഇന്ന് ഇവിടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്നും കൂടി ചേച്ചിയെടുത്ത് ചോദിക്കാം. ആ ഒരു ഇൻഗ്രീഡിയൻസും അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഒക്കെ ചേച്ചി പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, എന്തൊക്കെയാ ചേച്ചി നമുക്ക് ആഡ് ചെയ്യാനുള്ളത്? ഇതിന്റെ അകത്ത് നമ്മൾ വാൾനട്ട്, നട്ട്സ് വർഗ്ഗങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ബദാം, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജാഗ്രിയാണ് ആഡ് ചെയ്യുന്നത്. അതായത് ശർക്കര പൊടിച്ചത് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഡേയ്സ് മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എഗ് ആഡ് ചെയ്യുന്നുണ്ട്. മൈദയ്ക്ക് പകരം നമ്മൾ കൂരവ്, റാഗി പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കൊക്കോ പൗഡർ, ഡാർക്ക് ചോക്ലേറ്റ്, പംകിൻ സീഡ്. ഇതിൻ്റെ അകത്ത് ബട്ടറാണ് നമ്മൾ ഓയിലിന് പകരം ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് ഇന്ന് റെഡി ആവാൻ പോകുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ബട്ടറും ചോക്ലേറ്റും കൂടെ ഇട്ട് ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. ഒരുമിച്ച് തന്നെയാണ് ഇടേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് അടിയിലോട്ട് പിടിക്കും. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം എടുക്കാതെ, കാരണം ഈ വെള്ളം തിളച്ചിട്ട് ഇതിന്റെ അകത്തോട്ട് വീഴാൻ പാടില്ല. അപ്പൊ ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുന്ന ഇതൊന്ന് ബോയിലായി വരാൻ വേണ്ടിയിട്ട്, ഒന്ന് അതെ മെൽറ്റ് ആയിട്ട് വരാൻ വേണ്ടി നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോ ബട്ടറും ചോക്ലേറ്റും കൂടിയാണ് അല്ലേ? ഒരു കപ്പ് ചോക്ലേറ്റ്, ആ ഒരു കപ്പിന് തന്നെ ബട്ടർ ഇട്ടു. അതായത് 250 ആയിരിക്കും ചോക്ലേറ്റ്. ഒരു 3 പീസ് ആയിരിക്കും ചോക്ലേറ്റിന്റെ. അതായത് നമ്മള് മറ്റേ കോമ്പൗണ്ടാ വാങ്ങിക്കുന്നത്, ഡാർക്ക് കോമ്പൗണ്ട് ആണിത്. അതിന്റെ 3 പീസ് എന്ന് പറയുമ്പോൾ 250 വരത്തുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ ഈ ഫുൾ ബട്ടറും കൂടെ ഇടും. ഇങ്ങനത്തെ ഫുൾ ബട്ടർ ഇതും കൂടെ ഇട്ടിട്ടാ ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ, ഏത് കൺസിസ്റ്റൻസിയിൽ വരണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരണത്, ഇങ്ങനെ നന്നായിട്ട് വരണം. അപ്പം നമ്മൾ ആദ്യമേ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ വെള്ളം വീഴാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒട്ടും വെള്ളം അതിൻ്റെ അകത്ത് വീഴാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ ഉരുകി വരുമ്പോ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടൊന്ന്, അതാണ് നേരത്തെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് കലക്കിയിട്ട് പിന്നീടും എടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ബ്രൗണി ചെയ്യുമ്പോൾ വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഈ ബട്ടറും ഈ ചോക്ലേറ്റും ആദ്യമേ അങ്ങ് ഉരുക്കണം. എന്നിട്ട് ഇതിനെടുത്ത് നമ്മൾ മാറ്റി വെക്കണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ ചേർക്കുമ്പോൾ ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് ചൂട് പാടില്ല. എന്നാൽ ഭയങ്കര ചൂടാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതെ, ആ ചൂടിലൊക്കെ നമുക്ക് പെട്ടെന്ന് കലക്കിയെടുക്കാൻ പറ്റും. കാരണം മുട്ട നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത് കൊണ്ട് ഒരുപാട് ചൂട് പാടില്ല. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് പോലെ ആയിരിക്കും കറക്റ്റ്. ആദ്യമേ നമ്മൾ ഇതിങ്ങ് ഉരുക്കി മാറ്റി വെക്കുക. ബാക്കി എന്നിട്ട് ഡ്രൈ നമ്മൾ എന്തൊക്കെ ചേർക്കണോ ആ സംഭവങ്ങളെല്ലാം അടുത്തത് നമുക്ക് ചെയ്യാം. ഇതിപ്പോ ആയിട്ടുണ്ട്. ബട്ടർ ഇടുമ്പോൾ കുറച്ചുകൂടെ നല്ല ഗ്ലേസിങ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ബട്ടർ വാങ്ങിക്കുമ്പോൾ നമ്മൾ സോൾട്ടി അല്ല, അൺസോൾട്ടഡ് ബട്ടറാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അൺസോൾട്ടഡ് അല്ലേ? ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ്? അപ്പൊ നമ്മൾ അത് ഉരുക്കി വെച്ചു. ഇനി അടുത്ത എന്താണ് ചെയ്യാനുള്ളത്? നമ്മളിപ്പോ ഓവനിലല്ല ചെയ്യുന്നത്. ഓക്കെ, ഓവൻ ഇല്ലാത്തവർക്ക്. അതെ.
ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി. നമുക്കപ്പോൾ കുക്കർ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ട് വന്നത്, അതാകുമ്പം കുറച്ചുകൂടെ നന്നായിട്ട് ഹീറ്റാവും. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിൻ്റെ അകത്ത് അത് ഈ പറഞ്ഞതുപോലെ ഓവൻ സെറ്റപ്പാണ്. ഇങ്ങനെ ഒരു അടപ്പോ ഇല്ലെങ്കിൽ മറ്റേ ആ റൗണ്ട് സാധനം ഉണ്ടല്ലോ നമ്മൾ വാങ്ങി വെക്കുകയൊക്കെ ചെയ്യുന്ന ആ സാധനം, റിങ് അല്ലേ, റിങ്, ആ സാധനം എന്തെങ്കിലും വെച്ചാൽ മതി. ഇപ്പം ഞാനൊരു അടപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പെടുത്ത് തിരിച്ചടച്ച് വെച്ചാലും മതി. ഇങ്ങനെ ഒരു പാത്രം എടുത്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചെറിയ തീയിൽ കത്തിച്ച് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 3 മുട്ട എടുക്കാം. അപ്പോൾ നമ്മൾ 3 മുട്ട എടുത്തു, പിന്നെ ജാഗ്രി പൗഡർ എടുത്തു. ജാഗ്രി പൗഡർ എത്ര സ്പൂൺ ആയിരുന്നു? ഞാൻ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇടാം. നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഡേറ്റ്സും കൂടെ ഇടുകയല്ലേ. ശരി ശരി. അപ്പോൾ 1 സ്പൂൺ എസൻസ് ആണ്. തണുത്തിട്ടുണ്ടല്ലേ? അത്യാവശ്യം നല്ല തണുത്തിട്ടുണ്ട്. ഒത്തിരി തണുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും ഫ്രിഡ്ജിലൊന്നും കൊണ്ട് വയ്ക്കരുത്, കാരണം നന്നായിട്ട് കട്ടിയായി പോകും. 1 കപ്പ് റാഗി പൗഡർ അല്ലേ? ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ? മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ മുട്ടയും കൂടി ആഡ് ചെയ്തു. നമ്മൾ മുട്ടയ്ക്കകത്ത് ജാഗ്രി പൗഡർ ഇട്ടിട്ടാണ് ഒന്ന് അതിനെ ബീറ്റ് ചെയ്തെടുത്തത്. അതിന് ശേഷം നമ്മളൊരു ബൗളെടുത്തു. ആ ബൗളിൽ നേരത്തെ നമ്മൾ ചൂടാക്കി, അതായത് ഒരു ചെറിയൊരു അതെ ഡബിൾ ബോയിലിംഗ് ചെയ്തൊരു കൺസിസ്റ്റൻ്റ് ആക്കി വെച്ചിരുന്ന ബട്ടറും ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ട്, ചോക്ലേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ആഡ് ചെയ്തത്. ചോക്ലേറ്റ് കോമ്പൗണ്ട് കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ റാഗി പൗഡർ നമ്മൾ യൂസ് ചെയ്തു, അതുപോലെ തന്നെ കൊക്കോ പൗഡറും യൂസ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബ്രൗണിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ് ബ്രൗണിയാണ്. നല്ല മണമുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ക്രിസ്മസിന് ഒരു കേക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വിഷമമായിരിക്കും. ഈശ്വര, എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊരു കേക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. സന്ധ്യ ചേച്ചി ഇതാ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ചോക്ലേറ്റിന്റെ കളർ, എനിക്ക് പൊതുവെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അതൊരു ചോക്ലേറ്റിന്റെ ഒരു പരുവത്തില് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടം. അതെ അല്ലെ? ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ കൂടുതലും. നമ്മളിപ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും നേരെയാവുന്നു, അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കുറച്ചായിട്ട് നമ്മുടെ നട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒന്ന് കടിക്കാൻ കിട്ടണം അല്ലേ? ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നട്ട്സ് ഇപ്പോൾ ഉള്ളത് കാഷ്യൂനട്ട്, പിന്നെ പംകിൻ സീഡ്, അത് കുറച്ചിട്ടാൽ മതി. വാൾനട്ട്, പിന്നെ നമ്മുടെ ബദാം. ഓക്കെ, നമുക്ക് ഡേറ്റ്സും കൂടി ആഡ് ചെയ്യാം അല്ലേ? എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡേറ്റ്സ് നമുക്ക് ഹീമോഗ്ലോബിൻ കൂടാനായിരുന്നാലും എല്ലാം ഡേറ്റ്സ് എപ്പോഴും നല്ലതാണ്. അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പ്രോട്ടീനും വൈറ്റമിൻസും മഗ്നീഷ്യം, സിങ്ക് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എഗ്ഗിൻ്റെ കാര്യം പറയേണ്ട, എഗ്ഗും അതുപോലെയാണ്. ജാഗ്രിയാണ് അല്ലാതെ യൂസ് ചെയ്തിരിക്കുന്ന ഷുഗറിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇവിടെ ജാഗ്രിയാണ്.
അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഹെൽത്തി ബ്രൗണി ആണ് ഇന്ന് ചെയ്യുന്നത്, ചോക്ലേറ്റ് ബ്രൗൺ. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, കോമ്പൗണ്ട് അല്ലേ ചോക്ലേറ്റ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മിഠായികളുണ്ടല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, അതിലൊക്കെ സ്വീറ്റ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതാണ് ചേർക്കേണ്ടത്, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. മൊത്തത്തിൽ അങ്ങ് ഹെൽത്തിയാണ്. ഇതും കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് ആ ഒരു സംഭവം കൂടെ കിട്ടാൻ വേണ്ടി കഴിക്കാൻ കിട്ടാൻ. അതെ. ഓക്കെ, അപ്പം ഇതിന്റെ അല്ലെ ഈ ഒരു കട്ടിയിലാണ് വരേണ്ടത് അല്ലേ? അതെ. ഓക്കെ, ഇതിനകത്ത് കേക്കിലാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വീഴുന്ന ഒരു പരുവായിരിക്കും. ശരി. ബ്രൗണിക്കാവുമ്പോൾ നമുക്ക് ഇത്രയും കട്ടിയിൽ വേണം. അപ്പൊ ഇതുപോലെ ഒരു പാത്രം, ഒരു അലൂമിനിയം പാത്രം അല്ലേ ഇത്? കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം എടുക്കുക. അതിനകത്തൊരു പേപ്പർ, ബട്ടർ പേപ്പർ ആഡ് വെച്ചിട്ടുണ്ട്. അതിനകത്താണ് ഓക്കെ, ഹാഫേ വരാൻ പാടുള്ളൂ അല്ലേ? ഇങ്ങനെ മതി. ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്, കാരണം ഇത് പൊങ്ങി വരും അല്ലേ? അതെ, കുറച്ചൊന്നും പൊങ്ങി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ. ബാക്കി നമ്മൾ ബ്രൗണിയാണ് എടുക്കുന്നത്. നമ്മൾ കേക്ക് പോലെ അത്ര സ്പോഞ്ചി ആയിരിക്കത്തില്ല. ഒരു നമ്മൾ ബ്രൗണി കഴിച്ചിട്ടില്ല, ഇതിനെ ഒന്നിങ്ങനെ തട്ടണം, അതൊന്ന് ലെവലാവാൻ വേണ്ടി. ഇത് എത്ര സമയം വേണം നമുക്ക് ഇതൊന്ന് കുക്കായി വരാനായിട്ട്? 35 മുതൽ 40 മിനിറ്റ്സോളം വേണം. ഓവനിലാവുമ്പോഴത്തേക്ക് 30 മിനിറ്റ് കൊണ്ട് ആവും. പിന്നെ ഒരു 10 മിനിറ്റും കൂടി ഇതിന് കൂടുതൽ വരും, കാരണം ഗ്യാസ് നമുക്ക് കൂട്ടിയും കുറച്ചും വെക്കേണ്ട ഒരു ഇത് വരുമല്ലോ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാലുള്ള പിന്നെ ഇനി എന്താണ് ന്യൂ ഇയർ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? അനീഷയ്ക്ക് അറിയാലോ, നമ്മള് ഡ്രസ് ഡിസൈനിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ ആവശ്യമുള്ള കുറേ ഡിസൈനിങ് സംഭവങ്ങളെല്ലാം ഒത്തിരി കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂം, ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ചേച്ചി ഡിസൈൻ ചെയ്തത് തന്നെയാണ്. ഈ ഒരു ബ്ലൗസ്, അതുപോലെ എനിക്ക് ഈ മേക്കപ്പും ഇതെല്ലാം ചേച്ചിയുടെ തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആരാ എവിടെ നിന്നാ ഡ്രസ്സ് വാങ്ങുന്നത്, ആരാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനുള്ള ഉത്തരവും കൂടെയാണ്. സ്വന്തമായി ഡിസൈൻ ചെയ്യാണ് അല്ലേ? ഞാനൊരു ഫാഷൻ ഡിസൈനറും കൂടെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അത് ഇതുവഴി ഒരു പ്രൊമോഷൻ അവിടെ മണക്കുന്നില്ലേ എന്നൊരു തോന്നൽ. അപ്പൊ എന്നെ ഏറ്റവും അടുത്തറിയാന്നുള്ളവർക്ക് അറിയാം. നമുക്ക് യൂണിറ്റ് ഉണ്ട്, ഡിസൈനിങ് യൂണിറ്റ് ഉണ്ട്, സ്റ്റിച്ചിങ്ങിന് ആൾക്കാരുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഇപ്പം ഇവിടെ വരുന്ന ബ്രൈഡ്സ് ആയിരുന്നാലും ഞാൻ തന്നെയാണ് എല്ലാ ഡിസൈനും ചെയ്ത് കൊടുക്കാറ്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടവും കൂടെയാണ് ഈ ഡ്രസ്സിനോടും കുക്കിങ്ങിനോടും മേക്കപ്പിനോടും നന്നായിട്ട് ഒരുങ്ങി, നന്നായിട്ട് ഡ്രസ്സ് ധരിച്ച്, നന്നായിട്ട് ഫുഡ് കഴിച്ച് പോകുന്ന ഒരാളാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ വീണ്ടും ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൽത്തി ബ്രൗണി റെഡിയാണ്. ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ക്വയറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ, സ്ക്വയർ ടിന്നിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും പൊങ്ങി വരത്തില്ല. നമ്മൾ ഇച്ചിരി കൂടുതലാണ് ഒഴിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും പൊങ്ങി നിൽക്കുന്നത്. പിന്നെ നടുക്ക് കുറച്ച് ഇങ്ങനെ വേവാത്തത് പോലെ തന്നെ ഇരിക്കും, പക്ഷെ അത് വെന്തിട്ടുള്ളതാണ്. ചുറ്റിനും എന്തായാലും വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേക്ക് കഴിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെഡിയായി ഞാൻ പ്ലേറ്റും കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇതിനെ വീണ്ടും എടുത്ത് വെച്ച് വയ്ക്കും അല്ലേ? പക്ഷേ കേക്ക് കഴിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ആചാരം ഉണ്ട്. നമ്മൾ ക്രിസ്മസ് ആണ്, അത് മറന്നുപോയത്. അപ്പൊ ക്രിസ്മസ് ആയിട്ട് ഒരു ഹാറ്റും കൂടെ വെച്ചില്ലെങ്കിൽ മോശമല്ലേ ക്രിസ്മസിന്റെ? ക്രിസ്മസ് ആഘോഷം സ്റ്റാർട്ട് ചെയ്തോളെ. യെസ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഹാപ്പി
ഹാപ്പി ക്രിസ്മസ്. നല്ല ചൂടുണ്ട്. ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ്. കുറച്ച് ചോക്ലേറ്റ് നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്തില്ലേ, അതുപോലെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർ ബട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റ്, ഇത് നമ്മൾ യൂസ് ചെയ്ത ചോക്ലേറ്റ് തന്നെ കുറച്ചെടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. നല്ല വാനില ഐസ്ക്രീം കുറച്ചെടുത്തിട്ട് നല്ല ചൂടോട് കൂടിയിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ പുറത്തിട്ടിട്ട് ഭയങ്കര ടേസ്റ്റ്. ഇതൊക്കെ കുറെ ചെറിയ ചെറിയ ടിപ്പുകളാണ്. ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ചോക്ലേറ്റ് ബ്രൗണി റെഡിയാണ്. ഞാൻ കഴിക്കാൻ പോവുകയാണ്. എല്ലാവരോടും ഞാൻ പറയാം, എല്ലാവരും കാത്തിരിക്കുകയാണ്. ചൂടുണ്ട് അല്ലേ, ചെറിയ ചൂടുണ്ട്. ആ ഒരു നട്ട്സിന്റെ ഒക്കെ മധുരമുണ്ട്, അതുപോലെ ചോക്ലേറ്റിന്റെ ഉണ്ട്. പക്ഷെ ജാഗ്രിയാണെന്നൊന്നും അറിയുന്നില്ല, നമുക്ക് ഷുഗറിൻ്റെ പോലെ തന്നെയാണ്. പക്ഷെ ചോക്ലേറ്റ് കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണി ബെസ്റ്റാണ്. അപ്പോൾ ക്രിസ്മസിന് ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്ക് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ടിപ്സുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്.